നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് ആണ് സൃഷ്ടിക്ക് സ്വാഗതം. നമുക്ക് ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ ന്യൂസ് പേപ്പർ ഫസ്റ്റ് ആർട്ടിക്കിൾ മഹാരാഷ്ട്ര അസംബ്ലി ക്ലിയേഴ്സ് 10% മറാത്ത കോട്ട എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ റിസർവേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാരണം ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 GS പേപ്പർ 2 വരുന്ന ഇന്ത്യൻ പൊളിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും എക്സാമിന്റെ പോയിന്റിൽ ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ടേം അല്ലെങ്കിൽ ആ ഒരു ഐഡിയ എന്ന് പറയുന്ന ഈ 10% മറാത്തയ്ക്കുള്ള ഒരു റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു റിസർവേഷൻ മഹാരാഷ്ട്ര ഗവൺമെന്റ് അവതരിപ്പിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇതിനു മുമ്പ് 2018 അന്നത്തെ ഗവൺമെന്റ് ബേസിക്കലി സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ് ആക്ട് എന്ന രൂപത്തിൽ ഒരു നിയമം ഇതേപോലെ തന്നെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു മറാത്ത കമ്മ്യൂണിറ്റീസിന് റിസർവേഷൻ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷെ അന്ന് 2021 മെയ് 2021 ആ തീരുമാനത്തിനെ സുപ്രീം കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്ത് കളയായിരുന്നു. ബിക്കോസ് ഓഫ് അത് ഇവിടുത്തെ ആ ഒരു നമ്മുടെ നാട്ടിലെ റിസർവേഷൻസിന്റെ ലോസിനൊക്കെ തന്നെ വയലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇക്വാളിറ്റിയെ വയലേറ്റ് ചെയ്യുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിട്ട് അതിനെ സ്ട്രക്ക് ഡൗൺ ചെയ്ത് മാറ്റുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം തീർച്ചയായിട്ടും ഇപ്പോൾ വീണ്ടും അവിടെ ഗവൺമെന്റ് മഹാരാഷ്ട്രയിൽ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ഈ ഒരു നിയമം വീണ്ടും അവതരിപ്പിച്ചത് പാസ്സാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും അതേപോലെ ലെജിസ്ലേറ്റീവ് കൗൺസിലും ഈ ഒരു ബില്ല് പാസ്സാക്കിയത്. മഹാരാഷ്ട്രയിൽ ഈ പറഞ്ഞ 2 ഹൗസസ് ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കേരളത്തിന്റെ കാര്യമൊക്കെയാണ് നമുക്ക് ഒരു ഹൗസേ ഉള്ളൂ, ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. ബട്ട് മഹാരാഷ്ട്രയുടെ കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ അവിടെ ബൈക്യാമുലർ ലെജിസ്ലേച്ചർ ആണുള്ളത്. 2 ഹൗസും ഉണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ജസ്റ്റ് ലൈക്ക് നമ്മുടെ യൂണിയൻ ലെവലിലെ പാർലമെന്റ് പോലെ തന്നെ ലോക്സഭയും രാജ്യസഭയും ഉണ്ടെന്ന പോലെ തന്നെ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ പോലെ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആണുള്ളത്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഉണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. അത്തരത്തിലൊരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. സോ എന്തായാലും ഇപ്പം നിലവിൽ മഹാരാഷ്ട്ര അസംബ്ലി അത് പാസ്സാക്കിയിരിക്കുന്ന ആ ഒരു 10% കോട്ട ഏതൊക്കെ മേഖലയിലേക്കാണ് മറാത്ത കമ്മ്യൂണിറ്റീസിന് അവൈലബിൾ ആകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ പർപ്പസിനും അതേപോലെ ഗവൺമെന്റ് ജോബ്സിനും വേണ്ടിയിട്ടാണ് ഈ ഒരു 10% കോട്ട നിലനിൽക്കുന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. പക്ഷേ ഇങ്ങനെ നമ്മൾ ഈ ഒരു റിസർവേഷന്റെ കാര്യം പറയുമ്പോഴേക്കും ഓൾറെഡി നേരത്തെയാണ് മെയ് 2021 ഇതിനു മുമ്പ് സുപ്രീം കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്ത് കളഞ്ഞതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ലെവലിന് അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും റിസർവേഷൻ അത് ഇക്വാളിറ്റിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ പല ക്ലാസ്സുകളിലും ഈ റിസർവേഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ DNA ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ശരിക്കും പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ആവശ്യമാണ്, ഒരു പരിധിവരെ തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം ഒരുപാടധികം ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന കമ്മ്യൂണിറ്റീസ് നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ചെറിയൊരു സപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. ആ സപ്പോർട്ടാണ് നമ്മൾ ഈ റിസർവേഷനിലൂടെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതൊരു ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും അത് എന്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്? ഇക്വാളിറ്റിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി 1992 ഇന്ദിരാ സോനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിനകത്ത് സുപ്രീം കോടതി തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. റിസർവേഷൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും 50% മുകളിലേക്ക് പോകാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ആ 50% മുകളിലേക്ക് പോകുമ്പോഴേക്കും ആ ഒരു ഇക്വാളിറ്റിയുടെ ഒരു കൺസെപ്റ്റിനെ അത് ബ്രീച്ച് ചെയ്യുന്നതായിട്ട് കാണേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നോക്കുവാണെങ്കിൽ ഇപ്പം നമ്മുടെ മഹാരാഷ്ട്രയിലാണെങ്കിലും നോക്കുവാണെങ്കിലും ഓൾറെഡി തന്നെ അത് 50% മുകളിലേക്കായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ വീണ്ടും ഈ ഒരു 10% കൂടെ വരുമ്പോഴേക്കും മഹാരാഷ്ട്രയിൽ ടോട്ടൽ റിസർവേഷൻസിന്റെ അളവ് 62% ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അത് ഈ പറഞ്ഞ ഇന്ദിരാ സോനി കേസിന്റെ ആ ഒരു സുപ്രീം കോടതി വേർഡിക്റ്റിനായിട്ടുള്ള ലിമിറ്റ് ഷുഡ് ബി 50% എന്നുള്ള ലിമിറ്റിനെ ബ്രീച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് ഓൾറെഡി തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഇതിനെ ചോദ്യം ചെയ്ത് അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു ഫാക്ടറുമായിട്ട് പറഞ്ഞ സുപ്രീം കോടതി കേസുകൾ പോകാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ എന്തായാലും ആ ഒരു സമയത്ത് വീണ്ടും ഈ ഒരു ആർട്ടിക്കിൾ വരും. ബട്ട് ഇന്ന് ഈ ഒരു ആർട്ടിക്കിളിനെ കുറിച്ച് എൻ്റർലി നമുക്ക് നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ അന്ന് ജസ്റ്റ് ആ ഒരു വാർത്ത സുപ്രീം കോടതി ഇതിനെ പറ്റിയിട്ട് എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എന്തൊക്കെയാണ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ കുറച്ച് കാര്യം കൂടെ നോക്കാം. ആദ്യമേ തന്നെ ഈ പറഞ്ഞ മറാത്താസിനെ കുറിച്ച് നമ്മൾ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ പഠിക്കുന്ന ഒരു കാര്യമാണ്. മറാത്താസ് എന്ന് പറയുമ്പോൾ ഹിസ്റ്റോറിക്കലി ദേവർ നോൺ ആസ് വാരിയർ കാസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കോൺസ്റ്റിറ്റ്യൂട്ട് എ സിഗ്നിഫിക്കന്റ് പോർഷൻ ഓഫ് മഹാരാഷ്ട്ര ടോട്ടൽ പോപ്പുലേഷൻ മെയിൻലി കംപ്രൈസിംഗ് പെസന്റ് ആൻഡ് ലാൻഡ് ഓണിംഗ് ഗ്രൂപ്പ്സ്. അപ്പം ബേസിക്കലി മറാത്താസ് വാരിയർ കാസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അവർ ഈ പറഞ്ഞ പോലെ ട്രഡീഷണലി മഹാരാഷ്ട്രയിൽ ഈ പറഞ്ഞ പെസന്റ് ആൻഡ് ലാൻഡ് ഓണിംഗ് ഗ്രൂപ്പ്സ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഹൗവർ എക്കണോമിക് ചലഞ്ചസ് ഹവ് അഫക്റ്റഡ് മിഡിൽ ആൻഡ് ലോവർ മിഡിൽ ക്ലാസ് മറാത്താസ്. അപ്പോൾ എസ്പെഷ്യലി റൂറൽ ഏരിയാസിൽ ഇപ്പം ഇപ്പോഴും ഈ പറഞ്ഞ എന്താ പറയുക അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വരാനായിട്ടുള്ള ഒരുപാടധികം മറാത്ത കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഗവൺമെന്റ് ഇങ്ങനെ ഒരു റിസർവേഷനുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. സോ ഈ റിസർവേഷനെ ചോദ്യം ചെയ്തുകൊണ്ട് ബോത്ത് ആർഗ്യുമെന്റ്സ് ഫേവർ ആയിട്ടും അതേപോലെ എഗെയിൻസ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ 2 പോയിന്റ് നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ എന്താണ് ഇതിന്റെ ഫേവറബിൾ പോർഷൻ, മറാത്താസിന് ഇങ്ങനെ റിസർവേഷൻ കൊടുക്കുന്നതിന്റെ ഫേവറബിൾ പോയിന്റ്സ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സോഷ്യൽ ആൻഡ് എക്കണോമിക് ബാക്ക്വേർഡ്നെസ് മാറ്റാനായിട്ട് ഒരു പരിധിവരെ സഹായിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയേണ്ടി വരിക. കാരണം ഈ പറഞ്ഞ പോലെ അണ്ടർ പ്രിവിലേജ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ റൂറൽ ഏരിയാസിലൊക്കെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് നേരിടുന്ന ആളുകളുണ്ട്. അവരെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ അവർക്ക് ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മീൻസ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇതൊക്കെ ഒന്ന് കൊടുക്കാനായിട്ട് ഇപ്പോഴും പോവർട്ടിയിൽ പെട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ എസ്പെഷ്യലി റൂറൽ ഏരിയസിൽ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വരാനായിട്ട് നമുക്ക് ഏത് സാധിക്കും, ഇങ്ങനെയുള്ള റിസർവേഷൻസ് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ഇതൊരു അഡ്വാൻറ്റേജ് പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. Reservation in this view is seen as a means to uplift the socio-economic disadvantaged members of the community എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് പോയിന്റ് ആയിട്ട് പറയാനായിട്ടുള്ളത്.
അതേപോലെ തന്നെ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ റിസർവേഷൻസ് കിട്ടുന്ന ആളുകൾക്ക് നല്ല വിദ്യാഭ്യാസവും ഗവൺമെന്റ് ജോബ്സ് ഒക്കെ കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. അത് ഇൻ ടേൺ ഇവരുടെ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കലി എംപവർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നല്ല വിദ്യാഭ്യാസം അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടുമ്പോഴേക്കും പൊളിറ്റിക്കൽ ആയിട്ടുള്ള റൈറ്റ്സ്, സെൻസ് കാര്യങ്ങളൊക്കെ തന്നെ വെച്ച് നമുക്ക് ആ ഒരു മേഖലയിൽ, പൊളിറ്റിക്കൽ മേഖലയിലും കൂടെ നമുക്ക് കുറച്ചുകൂടെ എംപവർമെന്റ് കിട്ടാനായിട്ട് സാധിക്കും. അപ്പം ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനകത്ത് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റുകളെ മുൻനിർത്തിക്കൊണ്ട് ഈ പറഞ്ഞ പോലെ സർക്കാരിൻ്റെയൊക്കെ ആണെങ്കിലും ഡിസിഷൻ മേക്കിങ്ങിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൂടെ ഈ കമ്മ്യൂണിറ്റീസിന് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. എന്നാൽ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു റിസർവേഷൻ ക്യാപ്പിനെ ഇത് ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. 50% റിസർവേഷൻ എന്നുള്ള സുപ്രീം കോടതിയിൽ ആ ഒരു ഇന്ദിരാ സോനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ പറഞ്ഞ ആ ഒരു വെർഡിക്റ്റിനെ തീർച്ചയായിട്ടും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. 50% ക്യാപ്പ് ഈ പറഞ്ഞ പോലെ പ്രിൻസിപ്പിൾ ഓഫ് മെയിൻറ്റെയിനിങ് ബാലൻസ് ബിറ്റ്വീൻ പ്രൊവൈഡിംഗ് അഫർമേറ്റീവ് ആക്ഷൻ ആൻഡ് എൻഷുറിംഗ് എഫിഷ്യന്റ് ഗവേണൻസ്. നമ്മൾ ഇത്തരത്തിൽ റിസർവേഷൻസ് ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തരത്തിൽ അഫർമേറ്റീവ് ആക്ഷൻസ് ആണ്. നമ്മൾ എന്താ പറയുക, സോഷ്യലൊക്കെ ആണെങ്കിലും അണ്ടർ പ്രിവിലേജ് ആയിട്ട് നിൽക്കുന്ന ഈ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ആളുകളെ നമ്മളൊന്ന് കൈപിടിച്ച് കയറ്റിക്കൊണ്ട് വരാനായിട്ട് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള നീക്കങ്ങളാണ് ഈ റിസർവേഷനോട് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ അഫർമേറ്റീവ് ആക്ഷൻസ് എന്ന് ബേസിക്കലി പറയപ്പെടാറുള്ളത്. പക്ഷേ സുപ്രീം കോടതിയിലെ വെർഡിക്റ്റ് നമ്മൾ എപ്പോഴും എന്താ പറയുക, പാലിക്കേണ്ടത് കൂടിയാണ് ആ ഒരു കേസിനകത്ത് 50% റിസർവേഷൻ ക്യാപ്പ് എന്നുള്ളത്. അത് റീസെൻ്റ്ലി ആണെങ്കിൽ ഈവൻ ഇത് കുറച്ച് നാൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ ന്യൂസ് പേപ്പറിൻ്റെ ഒരു കട്ടിംഗ് ആണ് ബേസിക്കലി ഇത് വന്ന ആ ഒരു നമ്മുടെ ഇ ഡബ്ല്യു എസ് റിസർവേഷൻ ഉണ്ടല്ലോ, ആ ഒരു ഇ ഡബ്ല്യു എസ് റിസർവേഷൻ വന്നപ്പോഴും ഇപ്പം പല സംസ്ഥാനങ്ങളിൽ ഇ ഡബ്ല്യു എസ് റിസർവേഷന് 10% കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും 50% ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടും അന്ന് ഈ പറഞ്ഞ പോലെ സുപ്രീം കോടതിയിലേക്കാണ് കേസുകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് സുപ്രീം കോടതി പറഞ്ഞൊരു പോയിന്റാണ് ഈ ഒരു നമ്മുടെ ഇന്ദിരാ സോണി കേസിന്റെ ജഡ്ജ്മെന്റ് നമുക്കൊന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, റിസർവേഷൻ ബീങ് എക്സ്ട്രീം ഫോം ഓഫ് പ്രൊട്ടക്റ്റീവ് മെഷർ ഷുഡ് ബി കൺഫൈൻഡ് ടു മൈനോറിറ്റി ഓഫ് സീറ്റ്സ് even though the constitution does not lay down any specific bar. The principle of balancing equality ordains reservation of any manner not to exceed 50%. Reservation shall not exceed 50% എന്ന് പറഞ്ഞത് ഏത് കേസിനകത്തായിരുന്നു? ഇന്ദിരാ സോനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ജഡ്ജ്മെന്റ് ആണ്. ഇന്ദിരാ സോനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ജഡ്ജ്മെന്റ് ആണ്. നവംബർ 16, 1992 ഈ ജഡ്ജ്മെന്റ് വന്നത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ നിലവിൽ ഈ ഒരു ജഡ്ജ്മെന്റ് വരുന്ന സമയങ്ങളിൽ പോലും പല സംസ്ഥാനങ്ങളിലും 50% മുകളിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എസ്പെഷ്യലി ഇ ഡബ്ല്യൂസുകൾ വന്നു കഴിഞ്ഞപ്പോൾ മിക്ക സംസ്ഥാനങ്ങളിൽ ആ ലെവലിന് മുകളിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. സോ എന്തായാലും ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇത്രയാണ് ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ചെയ്യാം. ഇതിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ഏറ്റവും നല്ലൊരു ആർട്ടിക്കിൾ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും ദ റിയൽ ത്രെറ്റ് ടു ഇന്ത്യ ആസ് വി നോ ഇറ്റ്. ഓക്കെ, ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്ന ഓഥർ MK നാരായണനാണ്. ഇദ്ദേഹം നമ്മുടെ ഫോമർ ഡയറക്ടർ ഓഫ് ഇന്റലിജൻസ് ബ്യൂറോ ഒക്കെയാണ്. അതുപോലെ തന്നെ ഫോമർ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും ഫോമർ ഗവർണർ ഓഫ് വെസ്റ്റ് ബംഗാൾ ഒക്കെ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ നിങ്ങൾ പത്രം വായിക്കുമ്പോഴേക്കും എഡിറ്റോറിയൽ പേജിൽ ഇദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ വരുന്ന ദിവസങ്ങളിൽ നന്നായിട്ടൊന്ന് വായിക്കാൻ നല്ലതായിരിക്കും. കാരണം കുറേയും കൂടെ ഈ പറഞ്ഞ പോലെ നമുക്ക് എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇദ്ദേഹം ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾസ് വരുമ്പോഴേക്കും എസ്പെഷ്യലി ഒന്ന് സമയം ഒന്ന് അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു ആർട്ടിക്കിൾ വായിക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് മെയിൻലി ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ത്രെറ്റ് മീൻസ് ഇന്ത്യ ആസ് എ കൺട്രി ഫേസ് ചെയ്യുന്ന കുറച്ച് ത്രെറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയപ്പെടുന്നത്. അത് ഇന്റേണൽ ആയിട്ടുള്ള ത്രെറ്റുകളും പറയുന്നുണ്ട്, അതേപോലെ തന്നെ എക്സ്റ്റേണൽ ത്രെറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 17ാമത്തെ ലോക്സഭയുടെ ലാസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞ ദിവസമായിരുന്നു, അത് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പുതിയ ഇലക്ഷൻസിലേക്ക് പോവുകയാണ് അല്ലെ. ഈ വർഷം ഈ പറഞ്ഞ പോലെ ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് ലോക്സഭ ഇലക്ഷൻസ് ഉണ്ടാകും. അങ്ങനെ ചിലപ്പം പുതിയ ഗവൺമെന്റുകൾ വരാൻ പോകുന്നു. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു പുതിയൊരു തുടക്കം ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വീണ്ടും വരാനായിട്ട് പോവുകയാണ്. സോ ആ ഒരു സമയത്ത് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കറന്റ് നമ്മൾ ഫേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പുതിയതായിട്ട് വരാൻ പോകുന്ന ഗവൺമെന്റ് ആണെങ്കിലും ഫേസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ചലഞ്ചസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ആസ് ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ ചലഞ്ചസ് ആണ്, അഥവാ ഇഷ്യൂസ് വി ആർ ഗോയിങ് ടു ഫേസ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് രണ്ട് രീതിയിലാണ് ഇഷ്യൂസ് അല്ലെങ്കിൽ ചലഞ്ചസ് പറയുന്നത്. ഒന്ന് ഈ പറഞ്ഞ പോലെ ഇന്റേണൽ ആയിട്ടുള്ള ചലഞ്ചസും, രണ്ട് കൃത്യമായിട്ടും എക്സ്റ്റേണൽ ആയിട്ടുള്ള ചലഞ്ചസ്. ഓക്കെ, എക്സ്റ്റേണൽ ചലഞ്ചസിനെ കുറിച്ചാണ് മെയിൻലി ഈ ഒരു ആർട്ടിക്കിളിനകത്ത് എൻ്റെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് നോക്കാം. ആദ്യം നമുക്ക് എക്സ്റ്റേണൽ ചലഞ്ചസ് നോക്കാം. എക്സ്റ്റേണൽ ചലഞ്ചസ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നെയ്ബർ കൺട്രീസിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ചലഞ്ചസ് നേരിടുന്നുണ്ട്. അപ്പോൾ നെയ്ബർ കൺട്രീസ് പറയുമ്പോഴേക്കും ചൈനയായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ബോർഡർ ഇഷ്യൂസും, പിന്നെ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ടെററിസത്തിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ടെററിസ്റ്റ് അറ്റാക്കും കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു പ്രശ്നം പാകിസ്ഥാനുമായിട്ട് ഫേസ് ചെയ്യുന്നു. ചൈനയായിട്ട് ബോർഡർ ഇഷ്യൂസ് ആണ് ബേസിക്കലി ഫേസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പുറത്ത് മ്യാൻമാർ. ഓക്കെ, മ്യാൻമാറുമായിട്ട് നമ്മൾ റീസെന്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. മ്യാൻമാറുമായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്രീ മൂവ്മെന്റ് റെഷീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫ്രീ മൂവ്മെന്റ് റെഷീം ഉണ്ടായിരുന്നു. അത് നമ്മൾ ബേസിക്കലി ഇപ്പോൾ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. കാരണം അവിടുന്ന് റോഹിംഗ്യാസിന്റെ ഈ പറഞ്ഞ പോലെ ഇല്ലീഗൽ ആയിട്ടുള്ള മൈഗ്രേഷൻസ്, അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ വരുന്ന കാരണം ഡ്രഗ്സ് ട്രാഫിക്കിംഗ്, ഡ്രഗ്സ് ട്രേഡ്, ഇല്ലീഗൽ ആയിട്ടുള്ള ഡ്രഗ്സ് ട്രേഡ്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കാരണം മ്യാൻമാറുമായിട്ട് നമ്മുടെ ആ ഒരു ഫ്രീ മൂവ്മെന്റ് റെഷീം താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ
മാൽദീവ്സ്. ഓക്കെ. മാൽദീവ്സുമായിട്ട് ബന്ധപ്പെട്ട റീസെന്റ് ഇഷ്യൂസ്. ഓക്കെ. മാൽദീവ്സുമായിട്ടുള്ള ഇഷ്യൂസ്. ഇങ്ങനെ നമുക്ക് നെയ്ബറിംഗ് തന്നെ ഇത്രയും ഇഷ്യൂസ് നമുക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മൾ ഓൾ ഓവർ ഗ്ലോബൽ ലെവലിൽ നോക്കുവാണെങ്കിൽ റഷ്യ ഉക്രൈൻ ക്രൈസിസ് ഇപ്പോഴും സ്റ്റിൽ അതൊരു അൺസോൾവ്ഡ് ആയിട്ടുള്ള ഒരു വാറായിട്ട് നെവർ എൻഡിങ് വാറായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് റഷ്യ ഉക്രൈൻ വാർ. അതേപോലെ തന്നെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഇസ്രായേൽ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇങ്ങനെ പല രീതിയിൽ ഈ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള പല ക്രൈസിസും ഇപ്പോൾ നിലവിൽ ഇന്ത്യ ഫേസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഈ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ഈ നാലെണ്ണം കൃത്യമായിട്ട് പറയുവാണെങ്കിൽ ഇന്ത്യയുടെ നെയ്ബർ കൺട്രീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുള്ള പ്രശ്നങ്ങൾ. ഇപ്പുറം നമ്മൾ റഷ്യ ഉക്രൈൻ ഇസ്രായേൽ പലസ്തീൻ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ അതേപോലെ റെഡ് സീയിലുള്ള നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡ് സീയിൽ ഈ പറഞ്ഞ പോലെ ഹൂത്തി റെബൽസിന്റെ ആക്രമണം കാരണം ഇന്ത്യയിലേക്കുള്ള ഷിപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വലിയ ഡിലേ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാടധികം എക്സ്റ്റേണൽ ആയിട്ടുള്ള ക്രൈസിസ് നമ്മളിപ്പോൾ നിലവിൽ നേരിട്ടുകൊണ്ടിരിപ്പുണ്ട്. അതേ സാഹചര്യത്തിൽ ഇന്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ കമ്മ്യൂണൽ ആയിട്ടുള്ള റൈറ്റ്സുകൾ. ഓക്കെ. കമ്മ്യൂണൽ ആയിട്ടുള്ള വയലൻസുകളും കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ വർദ്ധിച്ചു വരുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ നോക്കുവാണെങ്കിൽ മണിപ്പൂരിന്റെ കേസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മണിപ്പൂരിന്റെ കേസ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള ഫാമേഴ്സിന്റെ പ്രൊട്ടസ്റ്റ് എന്തിന്റെ പേരിലാണ് ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞൊരു DNA ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. MSP. ഓക്കെ. മിനിമം സപ്പോർട്ട് പ്രൈസ്. ഇപ്പം നെല്ലിനാണെങ്കിലും ഗോതമ്പിനൊക്കെ ആണെങ്കിലും ഏകദേശം 23 ക്രോപ്പുകൾക്ക് നമ്മൾ ആ ഒരു MSP ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് FRP ഫോർ ഷുഗർ കെയിൻ വെച്ചിട്ട് നമ്മൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. സോ അതിനകത്ത് ഈ പറഞ്ഞ നിലവിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ലോ അല്ല, ഇപ്പം മാൻഡേറ്ററി അല്ല ഈ പറയുന്ന വിലയ്ക്ക് ഈ പറഞ്ഞ സർക്കാർ ക്വാണ്ടിറ്റീസ് എല്ലാം പ്രൊക്യൂർ ചെയ്യണമെന്നൊരു മാൻഡേറ്ററി അല്ല. അതിന് അങ്ങനെ ഒരു നിയമം കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. സോ MSPയുടെ പേരിൽ ഈ പറഞ്ഞ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ ഇൻഫ്ലേഷന്റെ പ്രശ്നങ്ങൾ. ഓക്കെ. ഈവൻ ദോ ഇൻഫ്ലേഷൻ നമ്മൾ പറയുമ്പോഴും കറന്റ് നമ്മൾ വാർത്തകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു 5.5 ആ റേഞ്ചിലാണ് കറന്റ് നമ്മുടെ എക്കണോമിയിൽ ഇൻഫ്ലേഷൻ നിൽക്കുന്നത്. അതൊരു പെർമിഷൻ ലെവലിലാണ്. കാരണം ഇന്ത്യയിലെ 2 to 6 2 മുതൽ 6% നമുക്ക് ഇൻഫ്ലേഷൻ നിൽക്കേണ്ടത്. പക്ഷേ ഈ 5.5 എന്ന് പറയുമ്പോഴേക്കും ഓൾമോസ്റ്റ് ടുവേർഡ്സ് ഇറ്റ്സ് റൈറ്റ് എൻഡ് ആണ് അല്ലെ. 6 6% എന്ന റൈറ്റ് എൻഡിനോട് അടുത്താണ് നിൽക്കുന്നത്. ഏത് നിമിഷം വേണം അത് 6 ക്രോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ റെഡ് സീയിലേക്ക് ഇഷ്യൂ മൂലം ഈ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും അത് വരും മാസങ്ങളിൽ ഈ പറഞ്ഞ പോലെ 6ന്റെ എബോവ് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് എന്താ പറയുക വളരെ ചൂട് കൂടിയൊരു കണ്ടീഷനിലൂടെയാണ് അല്ലേ. ഇപ്പം സമ്മർ സീസൺ എക്സാക്ട്ലി ആയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ക്ലൈമറ്റ് നോക്കുവാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഹോട്ട് ക്ലൈമറ്റ് ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാധനം വരുമ്പോഴേക്കും തീർച്ചയായിട്ടും നമ്മുടെ അഗ്രികൾച്ചറിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി പറയപ്പെടുന്ന ഈ വർഷം ഒരു എൽനിനോ ഇയർ ആയിട്ടും പറയപ്പെടുന്നുണ്ട്. സോ എൽനിനോ ഇയേഴ്സിൽ നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ വരൾച്ച ഈ പറഞ്ഞ പോലെ എസ്പെഷ്യലി ഡ്രോട്ട് ഇന്റൻസിഫൈ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അങ്ങനെ എല്ലിന് വന്നു കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ഷനെ അത് ബാധിക്കും. അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഈ പറഞ്ഞ പോലെ താഴേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാടധികം പ്രശ്നങ്ങൾ ഇന്ത്യയുടെ ഈ പറഞ്ഞ പോലെ നേരിടുന്നുണ്ട്. ഇപ്പം ഇത് എല്ലാം ആയെന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാലും മേജർ ആയിട്ടുള്ള കുറേ ക്രൈസിസ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ബോത്ത് എക്സ്റ്റേണൽ ആസ് വെൽ ആസ് ഇന്റേണൽ ക്രൈസിസിനകത്ത് കമ്മ്യൂണൽ എസ്പെഷ്യലി മണിപ്പൂർ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ്, പിന്നെ ഇൻഫ്ലേഷന്റെ കാര്യം, പിന്നെ ഈ പറഞ്ഞ നമ്മുടെ അഗ്രികൾച്ചർ മേഖല നേരിടുന്ന എൽനിനോ പ്രശ്നങ്ങൾ, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ താഴേക്ക് പോകുന്നു, പിന്നെ അൺഎംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അൺഎംപ്ലോയ്മെന്റും വലിയൊരു ഫാക്ടർ തന്നെയാണ്. ഓക്കെ. പിന്നെ ഔട്ട് മൈഗ്രേഷനും ഈ പറഞ്ഞ പോലെ ഔട്ട് മൈഗ്രേഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെയുള്ള മൈഗ്രേഷനും കാര്യങ്ങളും, ഇവിടെയുള്ള വർക്ക് ഫോഴ്സിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ യങ് ജനറേഷന്റെ അളവ് ഈ പറഞ്ഞ പോലെ എണ്ണം കൃത്യമായിട്ട് ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഭാവി എങ്ങനെയാണ് ഇന്ത്യയെ അഫക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒരു വലിയ ചലഞ്ചസ് ആയിട്ട് നമുക്ക് നോക്കേണ്ടതാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ചലഞ്ചസ് ആണ് ഇന്ത്യ ഇനി അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഗവൺമെന്റ് ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് പറഞ്ഞ ഇന്റേണൽ ഡൈനാമിക്സിന് ആ ഒരു ചലഞ്ചസിനെ കുറിച്ചാണ് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ ആദ്യം ഗ്ലോബൽ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ഈ പറഞ്ഞ പോലെ ഇച്ചിരി റിസ്കിയർ ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി റഷ്യ ഉക്രൈൻ വാറിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ വെസ്റ്റ് ഏഷ്യയിലുള്ള ആ ഒരു ഇസ്രായേൽ പലസ്തീൻ റെഡ് സീയിലുള്ള പ്രശ്നങ്ങൾ, ആ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട മേജർ കൺസേൺ ആ ഒരു ബോർഡർ മേഖലയിലെ ത്രെട്ടുകളും കാര്യങ്ങളും, പിന്നെ പാകിസ്ഥാനുമായിട്ടുള്ള പാകിസ്ഥാനിൽ നിന്നുള്ള ടെററിസം ഇന്ത്യയെ ബാധിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മേജർ ടെറർ അറ്റാക്കുകളാണ് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് വരിക. പിന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് മേഖലയിലുള്ള കമ്മ്യൂണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ മണിപ്പൂരിലൊക്കെയാണല്ലോ നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കമ്മ്യൂണൽ വയലൻസസ് ഓൾ ഓവർ ഇന്ത്യയിൽ നോക്കുമ്പോൾ കമ്മ്യൂണൽ വയലൻസസ്, ദെൻ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം. ഓക്കെ, അത് നമുക്കൊന്ന് പറയാൻ പറ്റുമോ? ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം, നക്സലിസം, ഇതും തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു വെല്ലുവിളി തന്നെയാണ്. എസ്പെഷ്യലി ഇലക്ഷൻ വർഷങ്ങളിലെ ഈ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം, നക്സലിസം പോലെയുള്ള പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പോലെ റിവൈവ് ചെയ്തു വരുന്നത് നമ്മൾ കാണാറുള്ളതാണ്. ദെൻ ഈ പറഞ്ഞ ഇത്രയും പോയിന്റ് ആണ് ബേസിക്കലി നമുക്ക് ആ ഒരു ആർട്ടിക്കിളിനകത്ത് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. കാരണം ചലഞ്ചസിനെ കുറിച്ച് മാത്രമാണ് ബേസിക്കലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി, ഇൻഫ്ലേഷന്റെ പോലുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രായും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. ഹാവിംഗ് പഞ്ചായത്ത്സ് ആ സെൽഫ് ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കേണ്ടത്. അപ്പം പഞ്ചായത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആയതുകൊണ്ട് തീർച്ചയായിട്ടും പൊളിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ തന്നെയാണ്, GS പേപ്പർ 2 പൊളിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ തന്നെയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ വരാനുള്ള കാരണം
എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്ന പി ബാലൻ എന്നുള്ള ഒരാളാണ്. ഹീസ് എ സീനിയർ കൺസൾട്ടന്റ് ഫോർ ദ മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ്. അപ്പം കുറച്ചുകൂടെ പഞ്ചായത്ത് ലെവലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടെ എന്താ പറയുക കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതിയിരിക്കുന്ന ആർട്ടിക്കിൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഈ ഒരു ആർട്ടിക്കിളിനകത്ത് മേജറായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന പഞ്ചായത്ത് സിസ്റ്റം നേരിടുന്നു. നമ്മുടെ പഞ്ചായത്ത് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പഞ്ചായത്ത് ഓക്കെ സോറി ഓക്കെ പഞ്ചായത്ത് ഓക്കെ പഞ്ചായത്ത് പഞ്ചായത്ത് എന്ന് പറയുമ്പോഴേക്കും ബേസിക്കലി നമ്മുടെ ലോക്കൽ സെൽഫ് ഗവേണൻസിന്റെ ഭാഗമായിട്ട് വരുന്ന ബോഡീസ് ആണ്. ഈ പഞ്ചായത്ത് സിസ്റ്റം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഓൾറെഡി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് തുടക്കം എന്താ പറയുക ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിരുന്നതല്ല. 93rd 94th ഓക്കെ 93rd ആൻഡ് 94th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടിലൂടെയാണ് നമ്മൾ ഈ ഒരു പഞ്ചായത്ത് സിസ്റ്റം നമ്മൾ ഇങ്ങോട്ടേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു മാറിപ്പോയി 93rd 94th അല്ല സോറി മാറിപ്പോയി കേട്ടോ. 73rd ആൻഡ് 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടിലൂടെയാണ് നമുക്ക് ഈ ഒരു എന്താ പറയുക നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1992 1992 73ാമത്തെയും 74ാമത്തെയും കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് കൂടിയാണ് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് റൂറൽ ഏരിയാസിലേക്കുള്ള പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവന്നു. റൂറൽ ഏരിയാസ് ആണ് 73rd അമെന്റ്മെന്റ് ആക്ട് റൂറൽ ഏരിയാസ് എന്ന കാര്യം ഓർക്കണം. 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഇങ്ങോട്ടേക്കുള്ളതാണ് അർബൻ ഏരിയസിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ മുനിസിപ്പാലിറ്റീസ് ഒക്കെ തന്നെ മുനിസിപ്പാലിറ്റീസ് ആണ് 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിലൂടെ വന്നത്. എന്തായാലും നമ്മുടെ രാജ്യത്ത് പഞ്ചായത്ത് രാജ് സിസ്റ്റം അഥവാ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രൂപീകരിച്ചത് 73rd ആൻഡ് 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1992 അപ്പം ഇതെന്തിനാണ് പ്രധാനമായിട്ട് ഇങ്ങനെ രൂപീകരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാസ് റൂട്ട് ലെവൽ ഡെമോക്രസി വർദ്ധിപ്പിക്കാനായിട്ടും അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങും പോളിസീസ് ഒക്കെ തന്നെ കൊണ്ടുവരാനായിട്ടാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ തന്നെ ഇവിടെ രൂപീകരിച്ചത്. കാരണം നമുക്ക് 3 ലെവൽ സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ്സ് രൂപീകരിക്കാമല്ലോ. സെൻട്രൽ ലെവലിൽ, സ്റ്റേറ്റ് ലെവൽ, ഇങ്ങനെ താഴെ ലെവലിൽ നമ്മുടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബട്ട് ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പറയുവാണെങ്കിൽ നല്ലപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ബട്ട് ദേ ആർ വിത്ത് സെവറൽ കൈൻഡ്സ് ഓഫ് ചലഞ്ചസ്. ഒരുപാട് ചലഞ്ചസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. സച്ച് ആസ് ലാക്ക് ഓഫ് സപ്പോർട്ടിംഗ് സ്റ്റാഫ്സ്. ആവശ്യത്തിനുള്ള വർക്ക് ചെയ്യാനുള്ള സ്റ്റാഫുകൾ കുറവാണ്. ദെൻ ക്രിയേഷൻ ഓഫ് പാരലൽ ബോഡീസ്, ദെൻ ലാക്ക് ഓഫ് ഗവർണൻസ് ഓഫ് വേരിയസ് ഗവൺമെന്റ് പ്രോഗ്രാംസ്, ലാക്ക് ഓഫ് എഫക്റ്റീവ് ഡെവല്യൂഷൻ, ദെൻ ഇൻസഫിഷ്യന്റ് ഗ്രാൻസ് ഓർ ഫണ്ട്സ്, ഇൻഫ്രാസ്ട്രക്ചർ ചലഞ്ചസ്. ഇങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നേരിടുന്നുണ്ട്. ഇതിനകത്ത് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ഇൻസഫിഷ്യന്റ് ഗ്രാൻസ് ഓർ ഫണ്ട്സ് എന്നുള്ള അതുപോലെ തന്നെ ലാക്ക് ഓഫ് എഫക്റ്റീവ് ഡെവല്യൂഷൻ, ഈ 2 ടോപ്പിക്കിനെ ചേർത്തിട്ടാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക എന്തൊക്കെയാണ് നമ്മുടെ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ചലഞ്ചസ് എന്നുള്ള കാര്യം. ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്ന എഫക്റ്റീവ് ഡെവല്യൂഷന്റെ പ്രശ്നങ്ങളും ഇൻസഫിഷ്യന്റ് ഗ്രാൻസിന്റെയും ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ദെൻ ഇൻസഫിഷ്യന്റ് ഗ്രാൻസ് ഓർ ഫണ്ട്സ് എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാവുന്നതാണ് പഞ്ചായത്ത് എന്ന് പറയുന്ന ടേം നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് വരുന്ന ഒരു കൺസെപ്റ്റാണ്. സ്റ്റേറ്റ് ലിസ്റ്റിനകത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തുകളെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും തീരുമാനങ്ങൾ എടുക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ബഡ്ജറ്റ് ഒക്കെ ആണെങ്കിലും പാസ്സാക്കുമ്പോഴേക്കും എന്ത് അനുവദിക്കാറില്ല, ഈ ഒരു നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടുന്ന ഫണ്ടുകൾ, മതിയായിട്ടുള്ള ഫണ്ടുകൾ പലപ്പോഴും അനുവദിക്കാറില്ല. അത് അനുവദിക്കാതിരുന്നാൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരുടേതായ വരുമാനം കണ്ടെത്താനായിട്ടുള്ള വഴികൾ ഉണ്ടായിരുന്നെങ്കിൽ, റവന്യൂ സോഴ്സസ് ജനറേറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ആരുടെ ഫണ്ടിന് വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു? സ്റ്റേറ്റ് ഗവൺമെന്റ്സിനോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഗ്രാൻസിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ നോക്കി നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വർഷം വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോസ്റ്റ് ഓഫ് ദ ഗ്രാമപഞ്ചായത്സ് ആർ ഫൗണ്ട് റിലക്റ്റന്റ് ടു റേസ് their own source of revenue, and only a few gram panchayats are able to generate their own revenue, own source of revenue in the form of tax or non-tax revenue by renting shops, house tax and clean water fees. അപ്പോൾ ഇങ്ങനെ സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്തുന്ന ഗ്രാമപഞ്ചായത്തുകൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. മിക്ക ഗ്രാമപഞ്ചായത്തുകളും ആരെയാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ്സിനൊക്കെ തന്നെ ഗ്രാന്റിന് വേണ്ടിയിട്ട്, അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് നോക്കി നിൽക്കുന്നത്. സ്വന്തമായിട്ട് വരുമാനം ജനറേറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യയിലെ മിക്ക പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. ദെൻ ഇത് എന്തുകൊണ്ടാണ് പലപ്പോഴും വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിവല്യൂഷന്റെ പ്രശ്നം പറയേണ്ടതായിട്ട് വരും. കാരണം ലോക്കൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. ആൻഡ് കൺസിക്വന്റ്ലി ഡെവല്യൂഷൻ ഓഫ് പവർ ആൻഡ് അതോറിറ്റി ടു പഞ്ചായത്ത് ഹാസ് ബീൻ ലെഫ്റ്റ് ടു ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ആണ് തീരുമാനിക്കേണ്ടത് ഏതൊക്കെ മേഖലയിലാണ് ഇപ്പം ഏതൊക്കെ വരുമാനം, ഒരു ടാക്സ് എന്ന് പറയുമ്പോഴേക്കും ഏത് ടാക്സ് ആണ് പഞ്ചായത്ത് രാജ് ഈ പറഞ്ഞ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ പറഞ്ഞ കളക്ട് ചെയ്യേണ്ടത്. അത് ഈ പറഞ്ഞ പോലെ ഫ്യൂവൽ ആൻഡ് ഫോഡർ, നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ, ഇങ്ങനെ ഏതൊക്കെ മേഖലയിലാണ് ടാക്സ് അവർ പിരിക്കേണ്ടത് എന്നുള്ളത് തീരുമാനം എടുക്കേണ്ടതാണ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. പലപ്പോഴും ഇതിനൊരു എന്താ പറയുക യൂണിഫോമിറ്റി ഇല്ല. കാരണം സ്റ്റേറ്റ് ഗവൺമെന്റ്സ് തീരുമാനം എടുക്കേണ്ട കാരണം ഇപ്പോൾ കേരളം എടുക്കുന്ന പോലെ ആയിരിക്കത്തില്ല തമിഴ്നാട് എടുക്കുന്നത്, അതായിരിക്കത്തില്ല ചിലപ്പോൾ ആന്ധ്രാപ്രദേശ് എടുക്കുന്നത്. അങ്ങനെ പല വേരിയേഷൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. യൂണിഫോമിറ്റി വരാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എവിടെയോട്ട് ആഡ് ചെയ്യുന്നത്? യൂണിയൻ ലിസ്റ്റിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ ചലഞ്ചസും നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്കറിയാം മിക്ക ഗ്രാമപഞ്ചായത്തുകൾ ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ടുള്ള ബിൽഡിങ്സ് പോലും ഇല്ലാത്തവയാണ്. പലപ്പോഴും അവരൊന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും സ്കൂളുകളുടെ അല്ലെങ്കിൽ അംഗനവാടി സെന്റേഴ്സിന്റെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ഏരിയയിലായിരിക്കും ഇങ്ങനെയുള്ള പഞ്ചായത്തുകളൊക്കെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇവർക്ക് സ്വന്തമായിട്ട് ബിൽഡിങ്സ് പോലും ഇല്ലാത്ത ഒരുപാട് പഞ്ചായത്തുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. സോ അങ്ങനെയൊക്കെ വരാൻ കാരണം സ്വന്തമായിട്ട് ഫണ്ട് കണ്ടെത്താനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. അപ്പം ഇതിനെ എങ്ങനെ മറികടക്കാം
കണ്ടെത്താം എന്നുള്ളതും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഓതർ പറയുന്നുണ്ട്. ദർ ഇസ് എ നീഡ് ടു എഡ്യൂക്കേറ്റ് elected representatives and the public on the significance on raising revenue to develop panchayats as self-governing institutions. അതായത് ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സിനെ ഇലക്ട് ചെയ്ത് നമ്മൾ വിടുന്ന ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് പറഞ്ഞാൽ അവരെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യാം, എങ്ങനെ വരുമാനം കണ്ടെത്താം എന്നുള്ള രീതിയിൽ അവർക്ക് കൃത്യമായിട്ടുള്ള എന്താ പറയുക ട്രെയിനിങ്സും അല്ലെങ്കിൽ ആ മേഖലയിൽ നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സിനെ നമ്മൾ എങ്ങോട്ടേക്ക് എലക്ട് ചെയ്ത് വിടുക, പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എലക്ട് ചെയ്ത് വിടുക. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇൻടേൺ ഫൈനലി ഈ പറഞ്ഞ പോലെ ഈ ഡിപ്പെൻഡൻസി സിൻഡ്രോം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുള്ളൂ. എന്താണ് ഈ ഡിപ്പെൻഡൻസി സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനെ ആശ്രയിക്കുന്ന ആ ഒരു ഡിപ്പെൻഡൻസി സിൻഡ്രോം മറികടക്കണമെങ്കിൽ നമ്മുടെ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവരെ ഈ പറഞ്ഞ പോലെ ഈ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സിന് നല്ല രീതിയിൽ ട്രെയിനിങ്ങുകൾ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെ സ്വന്തമായിട്ട് അവർക്ക് വരുമാനം കണ്ടെത്തണം എന്നുള്ള കാര്യത്തിലേക്ക് അവർക്കൊരു ധാരണ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഡിപ്പെൻഡൻസി സിൻഡ്രോം മാറത്തുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഓതർ മുന്നോട്ട് വെക്കുന്ന ഒരു ഐഡിയ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും പോയിന്റാണ് നമുക്ക് ഇന്നത്തെ DNA ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത്. പിന്നെ ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്സും എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്